ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഹനീത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ ഹനീത്താണ്. അപ്പോൾ അതിലേക്കുള്ള മസാലകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുരുമുളക് പൊടി, ചെറിയ ജീരകം, മല്ലിപ്പൊടി, പച്ചമല്ലി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഇവയെല്ലാം ചേർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് 2 മാഗി ക്യൂബും കുറച്ച് സുർക്കി ഒഴിച്ച് മസാലപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് കേട്ടോ. മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ചിക്കൻ സ്റ്റൂ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത ചിക്കൻ മാറ്റിയിട്ട് ചിക്കൻ സ്റ്റൂ മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെന്ത ചിക്കന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതിന് മുകളിലായിട്ട് ചിക്കൻ സ്റ്റൂവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി കുറവായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടൊന്നത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഗ്രാമ്പും ഏലക്കയും സവാള ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വേണം കിട്ടാൻ വേണ്ടി ആവശ്യമായ ഉപ്പും ചേർത്ത് വഴറ്റി എടുക്കുന്നുണ്ട്. അതിന് ശേഷം തക്കാളിയും കാപ്സിക്കം ഉണക്കനാരങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ. ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് ചിക്കൻ സ്റ്റൂ ഉള്ള കിട്ടിയിട്ടുള്ളത്. ബാക്കി പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് 2 കപ്പാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് പച്ചവെള്ളം 1/2 കപ്പ് ചിക്കൻ സ്റ്റൂ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായി തിളച്ച് വന്നതിന് ശേഷം ബസുമതി റൈസ് കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിരാനൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ അരി. അപ്പോൾ അതാ നല്ലോണം ഞാനിപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കും വേണം. ഏകദേശം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ആക്കിയ ചിക്കൻ ഇത് മുകളിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം അത് ദമ്മാക്കി വെക്കുക കേട്ടോ. ചിക്കന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.